ഇലാൻസ് കോഴിക്കോട് നിന്ന് നേരെ നമ്മൾ കൊച്ചിയിലെത്തി. കഴിഞ്ഞ വർഷം ഇലാൻസിന് വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ടൊരു വ്ളോഗ് എടുത്തത്. അതിലെ ഒരു വീഡിയോ ആയിരുന്നു അച്ഛൻ ഉരുകുന്നത്. കണ്ടിട്ടുണ്ടോ? അത് വൺ വൈറലായി. നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് മാത്രം ഏതാണ്ട് 1 കോടിയിലധികം പേര് കണ്ടതല്ല. ഇവര് കൊല്ലം വീണ്ടും വിളിച്ചു, വീണ്ടും വന്നിട്ട് അവിടെ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്രാവശ്യം കൊച്ചിയിലുള്ള കുറച്ച് പേർക്ക് വേണ്ടി. സാധാരണ കൊച്ചിയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ഫോർട്ട് കൊച്ചി ഭാഗത്തേക്കാണ് പോവുക. അവിടുത്തെ ആ കായലൊക്കെ ഇങ്ങനെ കണ്ട് കിടക്കാലോ. രാവിലെ നമ്മൾ ഇലാൻസിലേക്ക് എത്തി. വൈബ്രന്റ് പിള്ളേർ. മക്കളെ, CA-കാരോട് എനിക്ക് ബഹുമാനമുണ്ട്. അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലേ നിങ്ങൾ പഠിച്ചത്? സയൻസ് ആണോ? സയൻസുകാരുണ്ടോ? സയൻസുകാരുണ്ട്. കൊമേഴ്സുകാരോട് എനിക്ക് ബഹുമാനമുണ്ട്. ഇലാൻസിനോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്. എന്താ? കൊമേഴ്സിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ സയൻസും ഹ്യൂമാനിറ്റീസും പഞ്ഞിക്കിട്ട ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞു സയൻസുകാർക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഹ്യൂമാനിറ്റീസുകാർ പാവങ്ങളാണ്, എന്നാൽ കൊമേഴ്സുകാർ ജിംബ്രൂട്ടന്മാരാണ്, കിടിലനാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്കി. അത് വൈറലായി. അതിൻ്റെ അടിയിൽ എൻ്റെ പൊന്നോ, സയൻസുകാരെന്ന് പറഞ്ഞാൽ മാന്യന്മാരാണെന്ന് ഞാൻ അത്രയും വിചാരിച്ചു. ചുരുളി എന്ന് പറഞ്ഞാൽ എമ്മാതിരി ചുരുളി. അതിൽ 3 തരം കമൻറ്റുകളാണ് വന്നത്. കൊമേഴ്സുകാർ സപ്പോർട്ട് ചെയ്ത് പറയും സാറ് മുത്താണ്. അതിൻ്റെ അടിയിൽ സയൻസ് സാറ് പിന്നെ സയൻസിന് വേട്ട. നമ്മളെല്ലാ ദിവസവും സ്വന്തം അച്ഛനെ ഓർക്കൂലല്ലോ. പക്ഷേ ഹ്യൂമാനിറ്റീസുകാരുടെ കമന്റ് വായിച്ചാൽ ഞാൻ ഓർക്കും. കൊമേഴ്സുകാരെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു. അപ്പൊ പിന്നെ എത്ര കോളല്ലേ കൊമേഴ്സ് അസോസിയേഷൻ ഉദ്ഘാടനം. അപ്പൊ സയൻസിന്റെ ഭീഷണി. സയൻസ് ഹ്യൂമാനിറ്റീസ് കൂടി എന്നെ ഏറിക്കയറ്റുന്നു, കൊമേഴ്സ് പിടിച്ചു വലിക്കുന്നു. ഇലാൻസിലുള്ള ഒരു വീഡിയോ ആണ്. ശരിക്കൊരു ബ്രേക്ക് എന്ന് ആരെങ്കിലും കണ്ടിരുന്നു? അച്ഛനെ കുറിച്ച് പറയുന്ന അത് ഇലാൻസിൽ വെച്ച് 1 കോടി 10 മില്യൺ വ്യൂസ് നമ്മളതിൽ മാത്രം ഉണ്ട് അല്ലേ? അത് 10 മില്യൺ പോരാ തോന്നുന്നു. പഠന രീതികളൊക്കെ ഇഷ്ടമുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കുറച്ച് അധ്യാപകരുടെ പേരൊക്കെ പറഞ്ഞേ. അക്ഷയ് സാർ. കണ്ടാ, നിങ്ങൾ സത്യസന്ധരാണ്. സാധാരണ പിള്ളേരെ എന്താ ചെയ്യുക? ഇങ്ങനെ ഫേവറേറ്റ് ടീച്ചറെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ ആരോ ഉള്ളതെന്ന് ചോദിക്കും. മറിയ മേസ്. എന്താ കാരണം? അതിവിടെ ഉണ്ട്. അപ്പൊ ശരിക്കും ആരാ? വേറെ മിസ് അതിവിടെ ഇല്ലല്ലോ എന്ന് പറയുന്ന പോലെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ അഭിരുചികൾ അറിഞ്ഞ് പഠിപ്പിക്കാൻ എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് CA, CMA, ACC അല്ലേ, ACCA കോഴ്സൊക്കെ അവരെങ്ങനെ ഇരുത്തി പഠിപ്പിക്കാന്നൊക്കെ ഉള്ളതേ ഈ ബാധ കയറിയ ചില അധ്യാപകർക്കേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര? 1000+, 1000-ഓളം സ്റ്റുഡൻസ് പാസ്സായി ഇലാൻസില്. 1000-ലധികം. അതൊരു റെക്കോർഡാണ് അല്ലേ? എക്സലന്റ്. ഇലാൻസിലെ കൊച്ചി ക്യാമ്പസിലെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള അത് കഴിഞ്ഞ് നേരെ രാത്രി നമ്മൾ കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തി. നാളെ കോഴിക്കോടത്തെ ബ്രാഞ്ചിലെ കുട്ടികളെ വീണ്ടും കാണും. എത്ര കുട്ടികളോട് പഠിക്കുന്നു? ഡെസിഷൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് തെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതാ നമ്മളൊരു ഒപ്പീനിയൻ ചോദിക്കാന്നുള്ള ഇതുണ്ടാവുന്നുണ്ടോ? അതും വേണ്ട. അല്ലല്ല, ഡോണ്ട് ടേക്ക് റൈറ്റ് ഡിസിഷൻ, മേക്ക് എ ഡിസിഷൻ ടേക്ക് എ ഡിസിഷൻ ആൻഡ് മേക്ക് ഇറ്റ് റൈറ്റ്. റൈറ്റ് ആൻഡ് റോങ് ഡിസിഷൻ ഇല്ലല്ലോ. ഇത് ശരിയാവോ തെറ്റാവോ, ശരിയാവോ തെറ്റാവോ, നടക്കോ പറ്റുമോ പറ്റില്ലേ, ഇത് ആലോചിച്ചുകൊണ്ടിരുന്ന ചെയ്യൂല, നടക്കൂല. റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ടേക്ക് എ ഡിസിഷൻ, മേക്ക് ഇറ്റ് റൈറ്റ്. തീരുമാനം എടുക്കുക, അത് ശരിയാക്കി മാറ്റുക. വേറെന്താ? പോകുമ്പോൾ ശരിയായിക്കോളും, നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി. അത് വന്നോളൂ. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തും എടുത്തിട്ടുണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലേ എന്തെങ്കിലുമൊക്കെ
നേടാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് ചോയ്സ് ഉണ്ടാവും. ഒരു തീരുമാനം എടുക്കുക. ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ ഒഴിവാക്കേണ്ട 2-3 കാര്യങ്ങൾ വേറെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിന് ഒരു ഗതികേട് എന്താ വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ചേ പറ്റുള്ളൂ. ഗൾഫിലേക്ക് വിസ, കല്യാണം, ഇവിടെ ജോലി, അവിടെ താലികെട്ട്, ഇവിടെ ജോലി, അവിടെ ജോലി, ഇവിടെ വിസ. അത് രണ്ടെണ്ണം നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഇതെങ്ങനെ മനസ്സിലാവും? ഇത് കറക്റ്റ് ഡിസിഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലാവും? ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അങ്ങനെയല്ലേ എപ്പോഴും? അല്ലാതെ അതുകൊണ്ട് എല്ലാം ശരിയായി ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. മേക്ക് ഇറ്റ് യുവർ ഐഡിയൽ കണ്ടീഷൻ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുകയും ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കുറേ കാര്യങ്ങൾ പിന്നെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് ശരിയായിരുന്നു അല്ലെങ്കിൽ തെറ്റായിരുന്നു. തെറ്റിക്കോട്ടെ ശരിയായിക്കോട്ടെ, ഒരു തീരുമാനം എടുക്കുക.